ഭൂമിക്ക് ലക്ഷണമുണ്ട്. ഭൂലക്ഷണം എന്ന് പറയുന്ന വാസ്തുവിൽ ഭൂമി നല്ല ഉത്തമ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ തെക്ക് ഭാഗം പൊങ്ങി വടക്കോട്ട് ചെരിഞ്ഞ് കിടക്കണം. സാമ്പത്തികമായും ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയെല്ലാം കൂടുതൽ വരുന്നത് തെക്ക് ഉയർന്ന ഭൂമിക്കാണ്. അപ്പം കിച്ചൺ സൗത്ത് ഈസ്റ്റിൽ കൊണ്ടുവരുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് എപ്പോഴും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സൗത്ത് ഈസ്റ്റിൽ ഇപ്പോൾ അതിൽ വീട്ടിൽ സ്റ്റഡി റൂം കൊടുക്കുമ്പോഴും കുട്ടികൾക്ക് ഏറ്റവും നല്ലത് നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റഡി റൂമാണ്. ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ഞാൻ പറയും കൺസൾട്ടിങ് റൂം നോർത്ത് ഈസ്റ്റിൽ കൊടുക്കാൻ പറയും. കാര്യം അത്രത്തോളം ബ്ലെസ്ഡ് സോണിൽ കൺസൾട്ടിങ് പ്രോസസ്സും അതിൻ്റെ റിസൾട്ടും നല്ലതാണ്. ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണമെന്ന് പറയുന്ന കുറേ പോയിന്റുകളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കിണറിൻ്റെ സ്ഥാനം. ഹോം ഒരു സ്പേസിനെ എത്രമാത്രം എൻഹാൻസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് നമ്മുടെ ബെഡിന്റെ പൊസിഷൻ, തല വെക്കുമ്പോൾ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? എപ്പോഴും വാസ്തുപ്രകാരം തല വയ്ക്കേണ്ടത് തെക്ക് ഭാഗത്താണ്. തെക്കാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. തെക്ക് പറ്റില്ലെങ്കിൽ കിഴക്ക്. അപ്പോൾ ആവാം തെക്ക് അല്ലെങ്കിൽ കിഴക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബാക്കി രണ്ട് ഡയറക്ഷന് വർദ്ധിക്കണം. അപ്പോൾ തെക്കോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് വൈസ് ബെനിഫിറ്റ്. കാര്യം മാഗ്നറ്റിക് മെറിഡിയൻ അനുസരിച്ചിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ എർത്തിൻ്റെ മാഗ്നറ്റിസം ഫ്ലോ ഉണ്ടല്ലോ, ഇതനുസരിച്ചിട്ടാണ് ഈ സംഭവം പറയുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. അപ്പം പിന്നെ കിഴക്ക് വയ്ക്കുന്നതിൻ്റെ ഗുണമെന്ന് പണ്ടൊക്കെ വീട്ടിൽ കിഴക്ക് ഭാഗത്ത് തലവെച്ച് കിടന്നാൽ വിൻഡോ അവിടെ കാണും. നല്ല നമ്മുടെ സൂര്യപ്രകാശം തട്ടി ഉണരുന്ന ഒരു ശീലം ഉണ്ടായിരുന്നല്ലോ പണ്ട്. അതൊന്നും ഇപ്പം ഇല്ല. അപ്പം അതുകൊണ്ട് ഇപ്പം അങ്ങനെ കിഴക്ക് വയ്ക്കുന്നതിനോടൊന്നും പ്രത്യേകിച്ച് ചിലർ പറയും കിഴക്ക് ഇപ്പോൾ കിച്ചൺ ചിലപ്പോൾ ഫ്ലാറ്റിനകത്ത് കിഴക്കോട്ട് തിരിച്ച് കുക്കിങ്ങിന് ഇത് വെച്ചിട്ട് അവിടെ വിൻഡോ കാണില്ല. അങ്ങനെ കിഴക്ക് വെച്ചിട്ട് കാര്യം സൂര്യനെ ഒരു സങ്കല്പത്തിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് കിഴക്കോട്ടൊരു വിൻഡോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ കിച്ചൻ്റെ പ്ലേസ്മെൻറ്റ് കിഴക്കോട്ട് നമ്മുടെ ഇത് വയ്ക്കാൻ പറ്റുള്ളൂ, അടുപ്പ്. അതുപോലെ തന്നെ തല വയ്ക്കുന്നത് കിഴക്കോട്ടാവണമെങ്കിൽ അവിടെ ഒരു വിൻഡോ ഉണ്ടാവണം, എങ്കിലേ കാര്യമുള്ളൂ. പക്ഷെ അല്ലെങ്കിൽ തെക്കാണ് ഏറ്റവും ബെസ്റ്റ്. തെക്ക് തന്നെയാണ് എപ്പോഴും ബെസ്റ്റായിട്ട് എടുക്കുന്നത്. അത് തന്നെയാണ് എല്ലാ മാസ്റ്റർ ടെക്സ്റ്റ് ബുക്കുകളിലും പറയുന്നത്, തല വയ്ക്കണം. അപ്പം ആ ഒരു പൊസിഷനിങ്ങിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമുക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഓരോ പൊസിഷൻസിന് ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത്. നമ്മളൊരു ഹാൾ ഇപ്പം എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമായിട്ടാണ് പലപ്പോഴും ഫ്ലാറ്റ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹാൾ എന്ന് പറയുന്നത്. അത് വളരെ ചുരുങ്ങിയ സ്പേസ് ആയിട്ട് മാറുന്നുണ്ട്. അത്തരത്തിൽ ഹാള് നമ്മൾ ചുരുക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയായിരിക്കണം ഒരു ഹാളിൻ്റെ ഫെസിലിറ്റീസിൽ നമ്മൾ ഈ വിൻഡോസിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പൊസിഷൻസ് നോക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ഈ ഹോളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലിവിങ് സ്പേസ് എന്നാണ് നമ്മൾ അതിന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ഗസ്റ്റ് വരുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഹോൾ വലുതായിരിക്കണം, സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് അപ്പോൺ പേഴ്സൺ, ആർക്കാണ് നമ്മളത് ചെയ്യുന്നതിനെ ആശ്രയിച്ചാൽ ഞാനൊക്കെ ചിന്തിക്കുന്നത് വലിയ ഹാള് ഒരു രണ്ട് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല. ഒരിക്കലും വരാത്ത ഗസ്റ്റിന് വേണ്ടി ഗസ്റ്റ് ബെഡ്റൂം ഉണ്ടാക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അതൊക്കെ ഈ ആളുകളുടെ തെറ്റിദ്ധാരണയാണ്. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും ഇതിനകത്ത് കൊടുക്കേണ്ട. അപ്പോൾ വാസ്തുപ്രകാരം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡെഫിനേഷനൊന്നും ഈ പറഞ്ഞ പോലെ ഹാൾ ഇത്രയും വലുതാണ്. വാസ്തുവിൽ അങ്കണം, കോർട്ട്യാർഡ്, അതിന് ചുറ്റുമുള്ള സ്പേസ്, ഇതൊക്കെയാണ് വാസ്തുവിൽ പറഞ്ഞിരിക്കുന്നത്. ശാലാ സംവിധാനം 4 കെട്ട് എന്ന് പറയും. അതൊന്നും ഇപ്പോൾ പ്രാക്ടിക്കലല്ല. നമുക്ക് ഇപ്പോൾ 4 കെട്ടിന് പകരം ചില ആളുകൾ സെൻറ്ററിൽ ഒരു കോർട്ട്യാർഡ് കൊടുത്തിട്ട് 4 കെട്ടാണെന്ന് അവകാശപ്പെടും. അതല്ല, 4 കെട്ടെന്ന് പറഞ്ഞാൽ 4 ഇൻഡിപെൻഡൻറ്റ് ഹൗസാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ കോമ്പിനേഷനാണ്. അതായത് ഈ അങ്കണത്തിലേക്ക് നോക്കിയിരിക്കുന്ന 4 വീടുകളുടെ കോമ്പിനേഷനാണ് 4 കെട്ടെന്ന് പറയുന്നത്. അതിൻ്റെ ദർശനം എന്ന് പറയുന്നത് ഈ അങ്കണത്തിലേക്കാണ്. അപ്പം അത് വേറെ, അതിന് ഒരുപാട് ടൈപ്പ് ഓഫ് 4 കെട്ടുണ്ട്. ഇപ്പം സമരാങ്കണ സൂത്രധാര എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് 256 പുറത്ത് കോമ്പിനേഷൻസ് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. 4 കെട്ട്, 8 കെട്ട്, 16 കെട്ട്, ഇങ്ങനെ ചേർന്ന് പോകും. പഴയ കൊട്ടാരങ്ങളൊക്കെ അങ്ങനെയാണ്. ടൗൺ ഹൗസ് എന്നല്ല, നമ്പർ ഓഫ് മെമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് അതെല്ലാം അന്ന് സംവിധാനം ചെയ്യുന്നത്. അന്ന് 4 കെട്ടുന്ന ഇത്രയും ഫാമിലി വലുതാണ്. ഇപ്പം അത്രയൊന്നും ഇല്ല. ഒരു ഫാമിലി 3 or 4 പേരുള്ള ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം 4 കെട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് പിന്നെ ഒരു സ്പേസ് നമ്മൾ ഒരു ലക്ഷറി ആയിട്ട് അതങ്ങ് മാറിയേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ വാസ്തുപ്രകാരം ചെയ്യുമ്പോൾ 4 കെട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അതും തെറ്റാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. വാസ്തുപ്രകാരം നമ്മൾ ഏകശാല എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ സിംഗിൾ 4 കെട്ടല്ലാത്ത ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകൾക്ക് പറയുന്ന ഏകശാല എന്നാണ്. ഏകശാലകൾ ഭംഗിയായി ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 4 കെട്ട് കെട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കെട്ടാം, പക്ഷേ അതിന് കൃത്യമായ സ്ഥലവും സംവിധാനങ്ങളും നമുക്ക് ഉണ്ടാവണം. 4 കെട്ടെന്ന് പറയുന്നത് ഈ പരസ്പരം ഇത് കണക്ട് ചെയ്യാതെ ഇതിനകത്ത് ഇടയിൽ നമ്മൾ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അന്തരാളങ്ങളെന്നൊക്കെ പറയും. അതൊക്കെ ആ വാക്കുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ അന്തരാളങ്ങളൊക്കെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിക്കുള്ള സ്ഥലം വേണം നമുക്ക്. മിനിമം ഒരു 4 കെട്ട് മോഡലിൽ ഒരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഇപ്പോഴത്തെ ഏറ്റവും ചെറിയ 4 കെട്ട് മോഡൽ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ
ഇല്ലെങ്കിൽ സാധാരണ ഈ 2000-നും 3000-നും ഇടയ്ക്കുള്ളതും അല്ലെങ്കിൽ 1000-നും 1500-ഉം ഇതൊക്കെ വരുന്നതെല്ലാം ഏകശാല സംവിധാനത്തിൽ പോകണം. അവിടെ ഒരു സെൻട്രൽ കോർട്ടിയായിട്ട് കൊടുത്ത് 4 കെട്ടാക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇപ്പം AI-യുടെ ആ ഒരു രീതി എല്ലാത്തിലും ഇപ്പം AI കലർന്നാണ് വരുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി ഈ ഒരു പ്ലാന് ChatGPT-ക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും വാസ്തു ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എത്രത്തോളം വളരെ തെറ്റി റിസൾട്ടുകൾ കിട്ടേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഇപ്പോഴൊന്നും ആരും കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് വന്നിട്ടില്ല. ഞാൻ തന്നെ 1-2 AI ആപ്ലിക്കേഷന് വേണ്ടിയുള്ള കൺസൾട്ടിങ് കൊടുത്തപ്പോൾ അതിനകത്ത് നമുക്ക് അഡ്രസ്സ് ചെയ്യുന്നതിന് ഇപ്പം ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അത് കണ്ടുപിടിച്ച് വരണം. വാസ്തു AI-യിലേക്ക് വരൂല്ലെന്ന് ഞാൻ പറയുന്നില്ല, വരാം. പക്ഷേ അത് അത്ര ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമേ അതൊക്കെ ചെയ്യാവൂ. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റും. ഇതിപ്പോൾ ഇൻഫർമേഷൻ കറക്റ്റായിട്ടില്ല. വാസ്തു എന്ന് പറയുന്നത് തന്നെ ഒരു AI ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാസ്തു നന്നായിട്ട് പറഞ്ഞില്ല, പാറ്റേൺ. AI എന്താണ് പ്രിൻസിപ്പിൾ? പാറ്റേൺസിനെ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. വാസ്തു അന്നത്തെ ഒരു AI ആണ്. അപ്പോൾ അതിന് കവച്ച് വയ്ക്കുന്നത് വരില്ലെന്ന് പറയില്ല. AI ഡെഫിനറ്റ്ലി ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്കും AI-യിലേക്ക് അത് വരും. പക്ഷേ അതിന് ആ ലെവലിലുള്ള ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് വന്നാൽ മാത്രമേ ഈ ചാറ്റ് ബോട്ട് നമ്മൾ പറയില്ല. ഇപ്പോഴത്തെ ഈ ChatGPT പോലുള്ള കാര്യങ്ങളിലൊന്നും ഇപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. പക്ഷേ അത് അറിയാവുന്ന ഒരാളിനെ നോക്കിയാൽ ഓക്കെയാണ്. അറിയാത്ത നോക്കിയാൽ തെറ്റും. അതൊക്കെ ഇതിൻ്റെ ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് അത് തരുന്ന ഇൻഫർമേഷൻ കറക്റ്റാണ്. പ്രാക്ടിക്കൽ കിട്ടും കംപ്ലീറ്റ് ആയിട്ട്. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ. കാര്യം വേറെ പല സോഫ്റ്റ്വെയർസും ഉണ്ട്. പക്ഷേ ChatGPT-യിലൊന്നും പ്ലാൻ ഡിസൈൻ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ കോൺസെപ്റ്റ് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളിനെ സംബന്ധിച്ചുള്ള ഒരു പ്രിലിമിനറി ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത്രയേ ഉള്ളൂ. AI-ക്ക് ഒരു കൺസൾട്ടൻറ്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലും. അപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ സാറിൻ്റെ അടുത്ത് ഒരാൾ ഒരു പ്ലാനുമായിട്ട് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഓറിയൻറ്റേഷൻ, പ്ലേസ്മെൻറ്റ് ആൻഡ് ജോമെട്രി, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു 5 പോയിന്റ് എന്തായിരിക്കും? നമ്മൾ ശരിക്കും വാസ്തുവിൽ ഞാൻ പറയാം സർജിക്കൽ പോയിന്റ്സ് എന്ന് ഞാൻ പറയും. അത് സർജറി പോയിന്റ്സ്. നമ്മൾ ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണമെന്ന് പറയുന്ന കുറേ പോയിന്റുകളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കിണറിൻ്റെ സ്ഥാനം. കിണറുണ്ടെങ്കിൽ കിണറിൻ്റെ സ്ഥാനം, സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ പ്രൈം ഇമ്പോർട്ടൻസ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പിന്നെ പ്ലേസ്മെൻറ്റ്, ജോമെട്രി. ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പെട്ടെന്ന് വാസ്തു ഒരു വീട്ടിലേക്ക് അറ്റാക്ക് ചെയ്ത് വരുന്നത് കിണർ പോലുള്ള കാര്യങ്ങളിലാണ്. പിന്നെ പ്രകൃതിയുടെ ഒരു ഊർജ്ജ സ്രോതസ്സാണ് വെള്ളം. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് നമ്മളെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് റോങ് പ്ലേസ്മെൻറ്റിൽ കിണർ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ എഫക്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് കിണർ, അതുപോലെ ചില വസ്തുക്കളിൽ കിണർ ആൾറെഡി ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ വീട് വെച്ച് കഴിയുമ്പോൾ വീടിൻ്റെ ചിലപ്പം റോങ് പ്ലേസ്മെൻറ്റിൽ, ഇപ്പം വായുകോണിൽ അല്ലെങ്കിൽ കന്നിമൂലയിലൊക്കെ വരാൻ സാധ്യത വരും. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അതിന് മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി ഒരു വാസ്തുവിദഗ്ധനെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിച്ചിട്ടേ നമ്മൾ വീട് തുടങ്ങാവും. പിന്നെ കിണർ കുഴിക്കുന്ന കാര്യം പറയും ചിലർ വസ്തു വാങ്ങിച്ച ഉടനെ തന്നെ അവർ ഈശാനത്തിൽ ഒരു സ്ഥാനം കണ്ടുപിടിച്ചിട്ട് കിണർ കുഴിച്ച് വയ്ക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ വീട് പ്ലാൻ ചെയ്ത് സെറ്റ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കിണറിൻ്റെ പണി തുടങ്ങാവൂ. കാര്യം ഈ വീടുമായിട്ട് ഇതിന് വേദമെന്ന് പറയും. വീടിൻ്റെ കോർണറും നമ്മുടെ നോർത്ത് ഈസ്റ്റ് കോർണറും തമ്മിലുള്ള ഒരു ലൈനുണ്ട്. ആ ലൈനിൽ ഇത് ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ പ്ലേസ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ഇതുപോലെ വീട് ഇതുപോലെ ആദ്യം പറഞ്ഞു കിണർ ഞാൻ കുഴിക്കരുതെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ കുഴിച്ചു വെച്ചു. അവസാനം 2ാം സ്ഥാനം നോക്കിയപ്പോൾ വീട് പൊസിഷൻ ചെയ്ത് വരുമ്പോൾ ഇത് വായു കൊണ്ടായിപ്പോയി. ഈശാന ചേഞ്ചായി. അപ്പോൾ നമ്മൾ വീടിനനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ സ്ഥാനം കൊണ്ടുവരാൻ. ഇല്ലെങ്കിൽ നമ്മൾ കിണറിനെ പ്രത്യേകം കെട്ടി മാറ്റിയൊക്കെ നിർത്തണം. അതൊന്നും പ്രാക്ടിക്കലി ചെറിയ പ്ലോട്ടുകളിൽ പോസിബിൾ അല്ല. ഹെൽത്ത് ഇഷ്യൂസ് വാസ്തുവുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അതിൽ ഹെൽത്ത് ഇഷ്യൂസിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു കാരണവശാലും സെപ്റ്റിക് ടാങ്ക് പോലുള്ള എലിമെൻറ്റ്സ് വരാൻ പാടില്ല. നോർത്ത് ഈസ്റ്റിൽ ഡ്രെയിനേജുകൾ അവിടെ നോർത്ത് ഈസ്റ്റിൽ വരാൻ പാടില്ല. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല. അപ്പോൾ നോർത്ത് ഈസ്റ്റാണ് ഈ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ജലത്തിൻ്റെ സ്ഥാനമായതുകൊണ്ട്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ സ്ഥാനത്തിന് ഇമ്പോർട്ടൻസ്. ഒരു കാരണവശാലും കന്നിമൂല പോലുള്ള സ്ഥലങ്ങളിൽ കിച്ചൺ വരാൻ പാടില്ല. ഇതൊക്കെ ഹെൽത്ത് പിന്നെ നമുക്ക് പറയുന്നത് മധ്യസൂത്രം എന്ന് പറയുന്ന ഈ സെൻട്രൽ ലൈൻസ് ഉണ്ട്. ഇത് ടച്ച് ചെയ്തുകൊണ്ട് ടോയ്ലറ്റ് വരാൻ പാടില്ല എന്നുള്ളൊരു അത് ഈസ്റ്റ് വെസ്റ്റ് കണക്ട് ചെയ്യുന്ന ലൈനിൽ ഒരു കാരണവശാലും ടോയ്ലറ്റ് വരാൻ പാടില്ല. ഇതെല്ലാം നമ്മൾ നോക്കണം. ഇതൊക്കെയാണ് ഹെൽത്ത് കാര്യം. നമ്മൾ ടോയ്ലറ്റും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കിച്ചനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളിരിക്കുന്നത്. നമ്മൾ സെൻസിബിളായിട്ട് ചിന്തിച്ചാൽ തന്നെ അറിയാമല്ലോ. ഭക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന മറ്റു കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് എവിടെയൊക്കെ ക്ലെൻലിനെസ്, അതാണ് വാസ്തുവിലേക്ക് നോക്കേണ്ടത്. അപ്പോൾ അതല്ലാതെ വേറെ നമ്മുടെ വീടിൻ്റെ സ്ഥാനം ഇങ്ങനെ ആയതുകൊണ്ട് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും അങ്ങനെയില്ല. പിന്നെ കന്നിമൂല തുറന്നു കിടക്കുന്നത് ഒരു വലിയ ഘടകമാണ്. പ്രത്യേകിച്ച് ഗേറ്റ് കന്നിമൂലയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലമാണ്.
ഏത് കന്നിമൂല വന്നു കഴിഞ്ഞാൽ അത് വളരെ ഓപ്പണാണ്, നെഗറ്റീവായി. അപ്പം അതിന് കൃത്യമായ സ്ഥാനം നമ്മൾ നോക്കണം. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് എന്ന് പറഞ്ഞാൽ കന്നിമൂലയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് വരിക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക്. ഇപ്പം ഒരു 2 നില വീടാണ്, നിങ്ങൾ മുകളിൽ ഒരു ബെഡ്റൂമേ ഉള്ളെങ്കിൽ കൃത്യമായി കന്നിമൂല മുറിയുടെ മുകളിലായിരിക്കണം ആ ബെഡ്റൂം. എപ്പോഴും കന്നിമൂല ഉയർന്ന് കിടക്കുകയും അതുപോലെ വെയിറ്റ് കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഡെഫിനറ്റ്ലി. അതുകൊണ്ടാണ് ഈ ലോക്കറൊക്കെ നമ്മൾ കന്നിമൂലയിൽ വെച്ചിട്ട് അതിൻ്റെ നോർത്ത് ഫേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെൽത്ത് അട്രാക്ട് ചെയ്യും. കന്നിമൂലയിൽ വെയിറ്റ് വെക്കുന്നത് അതുകൊണ്ടാണ്, ലോക്കർ വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അവിടെ വെച്ച് നോർത്തിലേക്ക്. അതെ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അസറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ആവണമെന്നുണ്ടെങ്കിൽ അഗ്രികോണിലെ കിച്ചൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ അഗ്നി കത്തായിരുന്നാൽ പോയി. കാര്യം വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കിച്ചൺ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് വെറുതെ ഒരു ഇതായിട്ട് കാര്യമില്ല. അപ്പോൾ അഗ്നി കത്തുന്ന രീതിയിലുള്ള കിച്ചൺ തന്നെ അഗ്നി കത്തുന്ന വെച്ചാൽ ഏത് ഫോമിലും നമുക്ക് എടുക്കാം. അപ്പോൾ ശരിക്കും മൈക്രോവേവ് ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ അങ്ങനെ പല ചോദ്യങ്ങൾ വരാറുണ്ട്. ചിലർ പറയും മൈക്രോവേവ് ഉപയോഗിക്കുമ്പോൾ അഗ്നി കത്തുന്നില്ലല്ലോ. അപ്പം അങ്ങനെ അതെ, സോഴ്സാണ്. അപ്പോൾ അതെ, ഹീറ്റ് സോഴ്സ് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഒന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് എപ്പോഴും കന്നിമൂലയിൽ അഗ്നികോണിലായിട്ടൊരു ലൈറ്റ് ഇട്ടിരിക്കണം. അതെ, ആ ലൈറ്റ് കൃത്യമായിട്ട് ഇട്ടിരിക്കണം എപ്പോഴും. അത് ഒരു പരിഹാരം എന്നാണ്, അത് ഉപയോഗിക്കാതെ കിടക്കുന്ന കിച്ചണാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇതല്ല, നല്ല കിച്ചണിൽ എപ്പോഴെങ്കിലും കുക്ക് ചെയ്യാതിരിക്കണം, അത് തെറ്റായ ധാരണയില്ല. അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു വെള്ളമെങ്കിലും ചൂടാക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു വീട് ആ ഒരു ഹോം എന്നുള്ളൊരു ഫീലിലേക്ക് വരുന്നത് അവിടുത്തെ റിലേഷൻഷിപ്സ് ആണ്. അത് ഇംപ്രൂവ് ചെയ്യാനത്തെ അത് കന്നിമൂലയാണ്. റിലേഷൻഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, റിലേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് കന്നിമൂലയാണ്. അപ്പോൾ അതുകൊണ്ട് കന്നിമൂല എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരിക്കണം ഗ്രഹനാഥിയും കൂടുതൽ അവരുടെ സമയം ചെലവഴിക്കുക എന്നുള്ള അവർ താമസിക്കുന്ന പോയിന്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി റിലേഷൻഷിപ്പ് സ്പോയിലാവാൻ സാധ്യതയുള്ള ചില സോണുകളിൽ അൺനെസസറി ആയിട്ട് ഇപ്പം അഗ്നികോണിൽ ഉള്ള ബെഡ്റൂം, അതായത് വീട്ടിൻ്റെ മുകളിലായിരിക്കും, താഴെ അഗ്നികോണിൽ കിച്ചൺ ആണെങ്കിൽ മുകളിൽ ബെഡ്റൂം വരുന്ന വെച്ചു, ആ ബെഡ്റൂമിൽ കഴിയുന്നവർ കുറച്ച് എപ്പോഴും അഗ്രസീവായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ഈ പുതിയതായി കല്യാണം കഴിച്ച് വരുന്ന ആൾക്കാർ അഗ്നികോൺ ബെഡ്റൂമിൽ കഴിയരുതെന്ന് പറയും. അതിനുള്ള റീസൺ അവർ തമ്മിലുള്ള ഫൈറ്റ് കൂടെ ഇനിഷ്യൽ സ്റ്റേജുകളിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ അതിൻ്റെ ഒരു ലോങ്ജിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് വരാൻ സാധ്യത കുറയുന്നതുകൊണ്ടാണ്. കാര്യം എനിക്കത് മൾട്ടിപ്പിൾ കേസുകളിൽ എനിക്ക് റെഫറൻസ് ഉണ്ട്. കാര്യം ഒരേ മുറികളിൽ ഒരേ കുടുംബത്തിലെ 2 പേര് ഡൈവേഴ്സ് ആയിട്ടുള്ള കേസുകളുണ്ട്. ആ മുറിയുടെ പ്രോബ്ലം കാരണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശരിക്കും ഒബ്സർവേഷനിലൂടെയാണ് അവർ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അഗ്നികോണിലുള്ള ബെഡ്റൂമുകൾ നമ്മൾ ഒഴിവാക്കാൻ കഴിയുന്നതും പറഞ്ഞ് ഗസ്റ്റ് ബെഡ്റൂം ആകാം, വല്ലപ്പോഴും വന്നു പോയി താമസിക്കുന്ന ആൾ ഗസ്റ്റ് ബെഡ്റൂം ആവാം. അല്ലാതെ അവിടെ ഒരു സ്ഥിരമായിട്ട് എപ്പോഴും ബെഡ്റൂംസ് എപ്പോഴും നല്ലത് സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. അപ്പം സർ അത് പറഞ്ഞതുകൊണ്ട് ഇപ്പം മിക്കതും ഡബിൾ സ്റ്റോറി ബിൽഡിങ്സ് ആണ്, സിംഗിളിനെക്കാട്ടിലും കൂടുതലായിട്ട്. അപ്പോൾ നമ്മൾ മേളിൽ ചെയ്യുമ്പോഴത്തേക്ക് ഓഫീസ് സ്പേസ്, കാരണം പുറത്തുനിന്ന് കയറി വരാനായിട്ട് എളുപ്പം ഓഫീസ് സ്പേസ് ആയിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാം. പക്ഷെ അത് കന്നിമൂല ഭാഗത്ത് കൊടുക്കരുത്. അഗ്നികോണിന്റെ മേളിൽ അഗ്നികോണിൽ കൊടുക്കാം. ഓഫീസ് സ്പേസ് ആകും, പക്ഷേ ഓഫീസ് ടെൻഷൻ വരും, അത് സ്വാഭാവികമായിട്ട് സ്ട്രെസ്ഫുൾ ആയിരിക്കും. പക്ഷെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ഓഫീസ് സ്പേസ് ഒക്കെ നമ്മൾ വീട്ടിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് കൊടുക്കുക. ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ ഞാൻ പറയും കൺസൾട്ടിങ് റൂം നോർത്ത് ഈസ്റ്റിൽ കൊടുക്കാൻ പറയും. കാരണം അത്രത്തോളം ബ്ലെസ്ഡ് സോണിൽ കൺസൾട്ടിങ് പ്രോസസ്സും അതിൻ്റെ റിസൾട്ടും നല്ലതാണ്. അതുപോലെ വീട്ടിലെ ഓഫീസുകളെല്ലാം നോർത്ത് ഈസ്റ്റിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്കിൽ ബേസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ എപ്പോഴും നോർത്ത് ഈസ്റ്റ്. പിന്നെ നമ്മുടെ ഓഫീസിന്റെ വാസ്തു വെച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കും കന്നിമൂല മുറിയിലായിരിക്കണം ഏറ്റവും ഹെഡായിട്ടുള്ള ആൾ ഇരിക്കേണ്ടത്. ആ ഓഫീസിന്റെ ഹെഡ് ഇരിക്കേണ്ടത് എപ്പോഴും കന്നിമൂലയായിരിക്കണം. അവിടെ സ്റ്റാഫുകൾ കയറിയിരുന്ന സ്റ്റാഫ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഇൻസ്റ്റൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വീട്ടിൽ കന്നിമൂല ബെഡ്റൂമിൽ ഒരു സെർവൻറ്റിന് താമസിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് മുകളിൽ ഒരു കപ്പിൾ മുകളിലേക്ക് താമസം മാറി. ആ വീട്ടിൽ ഈ സെർവൻ്റ് ഒരു ന്യൂസൻസ് ആയിട്ട് മാറുകയും അവരെ പിന്നെ അവസാനം അവിടെ നിന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്തൊരു ചരിത്രമാണ്. അപ്പോൾ ഇതുപോലെ കന്നിമൂല മുറികളിൽ എപ്പോഴും ഹെഡ് ഇരിക്കണം എന്നൊരു സംഭവമാണ്. പിന്നെ മാർക്കറ്റിംഗ് ആൾക്കാർ എപ്പോഴും നോർത്ത് വെസ്റ്റിൽ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പം അങ്ങനെയൊക്കെ ഓഫീസുകൾക്ക് അങ്ങനെ ഒരു വാസ്തുവുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കറ്റിംഗുകാർ നോർത്ത് വെസ്റ്റ്, കാര്യം അവർ വെളിയിൽ പോകാനുള്ളവരാണ്. അപ്പോൾ ഡൈനാമിക് ആയിരിക്കണം. പിന്നെ അവർ കയറി കന്നിമൂല ഇരുന്ന് കഴിഞ്ഞാൽ അവരോട് ഇരിക്കുകയുള്ളൂ, അവർ പോകില്ല, മാർക്കറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈവൻ വാസ്തു നമ്മൾ ഓഫീസുകളിലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ റിസൾട്ട് ഉണ്ടാകാനായിട്ട് കാണുന്നുണ്ട്. അക്കൗണ്ടിങ് പല റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നോർത്ത് ഈസ്റ്റിൽ ഉള്ള സ്ഥലത്ത് സ്കിൽ സെൻറ്റർ കന്നിമൂലയാണ്. അതല്ല, നോർത്ത് ഈസ്റ്റിൽ ഈ നമ്മുടെ ഇൻ്റലിജൻസ് ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ല സോൺ നോർത്ത് ഈസ്റ്റ്. ഇപ്പോൾ അതിൽ വീട്ടിൽ സ്റ്റഡി റൂം കൊടുക്കുമ്പോഴും കുട്ടികൾക്ക് ഏറ്റവും നല്ലത് നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റഡി റൂമാണ്. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും.
അവരുടെ സ്റ്റഡി. കാരണം നല്ല റിസൾട്ട് കിട്ടും. കാര്യം നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. സൂര്യന്റെ ഒരു ഇതും വരും, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ടും അതാണ് ആ റിസൾട്ട് കൂടുതൽ കിട്ടുന്നത്. ഇത് ശരിക്കും പ്രാക്ടിക്കലി ഒരുപാട് സ്ഥലത്ത് നമ്മൾ ചെയ്തതിന് ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ഒരു ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ എഴുതി വെച്ചത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഈ കോൺസെപ്റ്റുകൾ റിയാലിറ്റിയിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. പലപ്പോഴും നമ്മളൊരു വീട്ടിലേക്ക് കയറുമ്പോൾ ചില വീട്ടിന് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും, ചിലടത്ത് ഭയങ്കര ഒരു നെഗറ്റീവ് ഓറ ഫീൽ ചെയ്യും. ഇത് വാസ്തുവായിട്ട് ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും വാസ്തുവായിട്ട് ബന്ധമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഓബ്ജക്ട്സും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നാച്ചുറൽ എനർജി എങ്ങനെയാണ് ഇത് ശരി പ്രകൃതിയുമായിട്ട് ഈ വീട് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാസ്തു എന്താ ചെയ്യുന്നത്? ഒരു ബിൽഡിങ്ങിനെ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രകൃതിയുടെ എനർജി കൃത്യമായിട്ട് അതിനകത്തോട്ട് ഓറിയൻറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബയോ എനർജിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോളാർ എനർജി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, വിൻഡ്. അപ്പോൾ ഒരു സ്പേസിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ പെട്ടെന്ന് നെഗറ്റീവ് അടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വാസ്തു പ്രശ്നം ഉണ്ട്. അത് എന്താണെന്ന് വിശകലനം ചെയ്ത് കണ്ടുപിടിക്കുന്ന രണ്ടാമത്തെ പ്രോസസ്സാണ്. പ്രത്യേകിച്ച് ഡീക്ലട്ടറിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ കുറേ കാര്യം വീട്ടിൽ സാധനങ്ങൾ കൂട്ടിയിടുന്ന ഒരു പരിപാടി, അതൊരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് സാധനങ്ങൾ ഒരു മുറിയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോ സാധനങ്ങൾക്കും ഓരോ എനർജിയാണ്. ആ എനർജികൾ നമ്മളെ ബാധിക്കും, ആ സ്പേസിനെ ബാധിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്പേസ് ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നെഗറ്റിവിറ്റി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ഞാൻ എപ്പോഴും സോൾട്ട് തെറാപ്പി എന്ന് പറയുന്നത്, നമ്മൾ ഉപ്പ് വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ചിരിക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു മൂല കഴിയുന്ന വീട്ടിലേക്ക് കൂടുതൽ ആളുകൾ വരുന്ന ഏരിയയൊക്കെയാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് ആ ഉപ്പിനെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ അതിന് പുറത്ത് കഴുകിക്കളഞ്ഞ് ഇത് വയ്ക്കുക. സോൾട്ട് തെറാപ്പി എവിടെ വേണമെങ്കിലും കഴുകാം. അപ്പോൾ അത് ആ നെഗറ്റിവിറ്റി നമ്മൾ കളയുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള ക്ലെൻസിങ് പ്രോസസ്സിന് നല്ല എനർജി വേസ് ക്ലെൻസിങ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡീക്ലട്ടറിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇടുന്ന സംഭവം നമ്മളെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും. കാര്യം ഞാൻ ഇടയ്ക്കൊരു വീട്ടിൽ കൺസൾട്ടിങ്ങിന് പോയപ്പോൾ നടക്കാൻ പോലും സ്ഥലമില്ല, അങ്ങനെ കൂട്ടിയിട്ടിരിക്കുക. അതൊരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല, ദോഷവും ചെയ്യും. പഴയ ഓബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നം. നമുക്കിപ്പോൾ പഴയ ആൾക്കാരൊക്കെ അവിടെ പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്, പഴയത് കളയാതെ വെച്ചിരിക്കും. പക്ഷേ ഈ പഴയ ഓബ്ജക്ട്സ് എന്ന് പറയുന്നതിന് എനർജി ഫ്ലോ വേറെയാണ്. അപ്പോൾ അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും തോറും നമുക്ക് നെഗറ്റിവിറ്റീസ് വരാനുള്ള സാധ്യത. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലൊക്കെ വെയിറ്റ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പറയേ വേണ്ട. ഒരു തരത്തിലുള്ള സാമ്പത്തിക ഉന്നമനവും ഒരു തരത്തിലുള്ള ഫ്ലറിഷിങ്ങും അവിടെ നടക്കില്ല. നോർത്ത് ഈസ്റ്റ് എപ്പോഴും ഫ്രീ ആയിരിക്കുക, കന്നിമൂല വെയിറ്റ് ഉള്ള സ്ഥലമായിട്ട് മാറ്റുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെയാണ് നമ്മൾ പലപ്പോഴും വീട്ടിലേക്ക് കയറുമ്പോൾ ആ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. തീർച്ചയായിട്ടും അത് എപ്പോഴും ഓഡ് നമ്പർ എന്ന് വരുന്നത്. അത് ഓഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആയം വ്യയം ഇങ്ങനെ കോൺസെപ്റ്റ് ഉണ്ട്. ആയം എന്ന് പറയുന്ന വരവ്, വ്യയം എന്ന് പറയുന്ന ചിലവ്. അപ്പോൾ ആയം വ്യയം ആയം മൂന്നാമത്തെ പടിയിൽ കയറുക എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ അഞ്ചാമത്തെ പടി. അപ്പം നമുക്ക് എത്രയാണെങ്കിലും ഓഡ് നമ്പറിൽ വന്ന് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ പടി പലർക്കും തെറ്റുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പടിയുടെ ഫിസിക്കൽ ഫോമാണ് അവർ എണ്ണുന്നത്. അങ്ങനെയല്ല, ഫിസിക്കൽ ഫോം അല്ല, ഈ റൈസ് എന്ന് നമ്മൾ പറയും. പടിയുടെ പൊക്കമാണ് എണ്ണുന്നത്. കാലെടുത്ത് വയ്ക്കുന്നില്ലേ, ഒന്നാമത്തെ പടി വയ്ക്കുന്നു, രണ്ടാമത്തെ പടി വയ്ക്കുന്നു, മൂന്നാമത്തെ പടി കയറുന്നു, നമ്മൾ നിൽക്കണം. അതാണ്. അപ്പം കയറുന്ന ഈ പടി അപ്പം ഫിസിക്കലി നോക്കുമ്പോൾ 2 പടി അവിടെ കാണുള്ളൂ. ഈ സിറ്റൗട്ട് നിൽക്കുകയാണെങ്കിൽ സിറ്റൗട്ട് കഴിഞ്ഞ് ബാക്കി 2 പടി അവിടെ കാണുള്ളൂ. പക്ഷേ 3 പടിയാണ്, 3 കാലാണത്. നമ്മൾ അങ്ങനെ അതിനാണ് പടി കൗണ്ട് ചെയ്യേണ്ടത് എപ്പോഴും അതിൻ്റെ പൊക്കത്തിനെ ബേസ് ചെയ്തിട്ടാണ്. എത്ര റൈസ് ഉണ്ടെന്നുള്ളതാണ് പടിയുടെ ഇമ്പോർട്ടൻറ്റ് സംഭവം. അതെപ്പോഴും 3ലോ 5ലോ അങ്ങനെ ഓഡ് നമ്പേഴ്സിൽ നിൽക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീടിനകത്തുള്ള പടിയിലും നമ്മൾ ഇത് തന്നെ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ 17, 19, കാര്യം ഒരു നിലയിൽ കയറുന്നതിനായിട്ട് 17, 19 വരുന്നത്. ഇനി ഹൈറ്റ് ഓഫ് ദി റൂം മാറുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈറ്റായ 3 മീറ്റേഴ്സിനാണ് ഞാൻ പറഞ്ഞത്. ഹൈറ്റ് ഓഫ് ദി റൂം മാറുന്നതനുസരിച്ച് പടിയുടെ എണ്ണം മാറും. പക്ഷേ ഓഡ് നമ്പറിൽ നിർത്താനായിട്ട് നോക്കുക. ഈ റൈസ് ചെയ്യുന്നത് ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം. അതാണ് അതിനകത്തുള്ള തിയറി. പടി കയറി മുന്നോട്ട് ചെന്ന വാതിലാണ്. വാതിലും വാസ്തുവിലൊരു ഇമ്പോർട്ടൻറ്റ്. തീർച്ചയായിട്ടും അതിൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനറലി നമ്മളിപ്പോൾ ഞാൻ വസിഷ്ഠൻ റൂൾ എന്ന് പറഞ്ഞിട്ടൊരു റൂള് പറയും. അതായത് വസിഷ്ഠ മഹർഷിയുടെ ഒരു റൂളാണ്. നമ്മൾ ഏത് വാളിലേക്കാണ് ഡോർ ഉദ്ദേശിക്കുന്നത് ആ വാളിൽ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് 3-ാമത്തെ 4-ാമത്തെ 5-ാമത്തേൽ വരണം എന്ന് പറയും. അതായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ലെങ്തിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ 3, 4, 5 ഇതാണ് റൂള്. പക്ഷേ ഈ റൂള് ചിലപ്പോൾ പറ്റിയില്ലെങ്കിലും നമ്മൾ ചില പ്രത്യേക സോണുകളിൽ മനുഷ്യാലയ ചന്ദ്രികയിൽ വേറെ നോംസ് ഉണ്ട് വാതിൽ വയ്ക്കുന്നതിന്. ആ കൃത്യമായ തിയറി ഫോളോ ചെയ്തിട്ട് വേണം ഡോർ വയ്ക്കാൻ. ഒരിക്കലും കന്നിമൂലയിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ വരരുത്. ഇപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗമാണെങ്കിൽ തെക്ക് ദർശനമൊക്കെ ആണെങ്കിൽ കന്നിമൂലയിലേക്ക് നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഓപ്പണായി പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട്, അതുപോലെ തന്നെ അഗ്നികോണിലേക്ക് അങ്ങ് നീങ്ങിക്കഴിഞ്ഞാലും വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തെക്ക് ദർശനമാണെങ്കിൽ നമ്മൾ സെൻട്രൽ ഭാഗത്താണ് ഡോർ വയ്ക്കേണ്ടത്. തെക്കാണെങ്കിൽ കിഴക്കിനും വടക്കിനും കുഴപ്പമില്ല, നമുക്ക് കൃത്യമായിട്ട് സോൺ ചെയ്തെടുക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. കിഴക്കും വടക്കും, അതുകൊണ്ട് ഈ കിഴക്കും വടക്കും എപ്പോഴും നല്ലതാണെന്ന് പറയാൻ കാര്യം, വാസ്തുവിൻ്റെ പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കിഴക്കും വടക്കും നല്ലതാണ്. തെക്ക് ഇത്തിരി കോംപ്ലിക്കേഷനാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പുരുഷാർത്ഥങ്ങളെന്ന് പറയില്ല, അപ്പോൾ അതിനകത്ത് ഈ ഈസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ധർമ്മമാണ്. മറ്റത് വടക്കെന്ന് പറയുന്നത് അർത്ഥം, വെസ്റ്റ് എന്ന് പറയുന്നത് കാമം, ആഗ്രഹങ്ങൾ, ഡിസൈർസ്, സൗത്ത് എന്ന് പറയുന്നത് മോക്ഷം. അപ്പോൾ സൗത്ത് ദർശനത്തിലുള്ള വീട്ടിൽ താമസിക്കുന്നവർക്ക് ആത്മീയ ഉന്നതി കിട്ടും, മോക്ഷം കാറ്റഗറിയിൽ വരുന്നതാണ്. ഈസ്റ്റ് ദർശനത്തിൽ വന്നാൽ ധാർമ്മിഷ്യനായി മാറും, എത്തിക്കലി കറക്റ്റായിട്ട് അതാണ് പഴയ തറവാടൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നോർത്ത് ദർശനത്തിൽ താമസിച്ച് കഴിഞ്ഞാൽ വെൽത്തിയായി മാറും. വെസ്റ്റ് ആണെങ്കിൽ നല്ലോണം ഗ്രോ ചെയ്യും, പക്ഷെ അതുപോലെ തന്നെ ചിലവുണ്ടാവും. വെസ്റ്റ് കഴിഞ്ഞാൽ ഡിസയർ കൂടും, അതായത് നമുക്ക് ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. വെസ്റ്റ് ദർശനത്തിൽ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നിപ്പം അമേരിക്കയിൽ പോകണമെങ്കിൽ അടുത്ത ദിവസം അടുത്ത സ്ഥലത്ത് പോകാനായിട്ട് ചിന്തിക്കും നമ്മൾ. അങ്ങനെ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിച്ചാൽ അടുത്ത കാർ ഏത് വാങ്ങിക്കാം, ഒരുപക്ഷെ അപ്പം നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചും വാസ്തു ഉപയോഗിക്കാം. അതാണ് നമുക്ക് എപ്പോഴും നമ്മൾ ഏത് ടൈപ്പ് ഓഫ് മനുഷ്യനായി വരണം എന്നുള്ള ആഗ്രഹത്തിനനുസരിച്ചിട്ട് വേണം ദർശനമൊക്കെ ഫിക്സ് ചെയ്യാൻ. കാര്യം എന്ന് വെച്ചാൽ എങ്കിൽ നമുക്ക് വീട് വയ്ക്കുമ്പോൾ അതൊക്കെ ചിന്തിക്കാം. ഞാൻ ധർമ്മിഷ്ഠനായി മാത്രം ജീവിക്കാനുള്ളൊരു ആഗ്രഹമാണെങ്കിൽ നമ്മൾ ഈസ്റ്റ് ദർശനത്തിലേക്ക് തന്നെ പോട്ടെ. നമുക്ക് ഈസ്റ്റിനും നോർത്തിനും ഹെൽത്ത് അതെ. മറ്റ് അല്ല, വെസ്റ്റ് സൗത്ത് എന്ന് പറയുന്നത് ഇതൊന്നും നമ്മൾ ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് ഉള്ളി സ്പിരിച്വൽ ആയിരിക്കും. വയസ്സായ ആൾക്കാരൊക്കെ ഇപ്പോൾ എനിക്ക് ചില ഈ 65 വയസ്സിന് ശേഷം അങ്ങനെയൊക്കെ വീട് വയ്ക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, 70 വയസ്സ്. അവരോട് ഞാൻ തെക്ക് ദർശനം എടുക്കാൻ പറയും. എന്ന് വെച്ചാൽ അവർക്ക് ആത്മീയ ഉന്നതി കിട്ടുന്ന ഒരു സംഭവമാണ് തെക്ക് ദർശനം. ആത്മീയ ഉന്നതിയാണ്. അപ്പോൾ തെക്ക് ദർശനം മോശം എന്നുള്ള അർത്ഥമില്ല, പക്ഷേ ആത്മീയ ഉന്നതിയാണ്. അതിനകത്ത് മെറ്റീരിയൽ ബെനിഫിറ്റ്സ് കുറവായിരിക്കും. നല്ല വെൽത്തൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. ആ മെറ്റീരിയൽ നമ്മൾ ഒരു വുഡിൻ്റെ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം കൂടുതലും ഈ 12 ലോക്ക് സിസ്റ്റം ഒക്കെ വരുമ്പോഴത്തേക്ക് വേറെ ഒത്തിരി ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ പണ്ട് കാലത്ത് ഇന്ന തടി ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതിലെത്രത്തോളം? അതിൽ മെയിനായിട്ട് മഹാദ്വാരം, അത് മെയിൻ ഡോറിനാണ് ഇത് പറയുന്നത്. മെയിൻ ഡോർ എപ്പോഴും കറയുള്ള വൃക്ഷങ്ങൾ ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഈ പ്ലാവ് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. പലരും തേക്ക് എടുത്ത് മെയിൻ ഡോർ ചെയ്യും. തേക്ക് അതിൻ്റെ ഒരു ആഠ്യതയുടെ ഒരു സിമ്പലാണെന്നേ ഉള്ളൂ. പക്ഷേ മെയിൻ ഡോറിന് എപ്പോഴും നല്ലത് കറയുള്ള വൃക്ഷങ്ങളാണ്. അപ്പം കറയുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലാവ്, വേങ്ങ, കറയുള്ള ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ കാറ്റഗറിയിലുള്ള അങ്ങനെ വാസ്തു റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഈ സീസണൽ ചേഞ്ച് കുറവായതുകൊണ്ടാണോ? അത് മാത്രമല്ല, അതിനകത്ത് ഇതിൻ്റെ ഏത് ഫാമിലിയിൽ പെടുത്തും. ഇതിനകത്ത് ഒരു വാതിലിൽ തന്നെ ചില ചോദിക്കും, ഒരു വാതിൽ തന്നെ 2 ടൈപ്പ് തടി ഉപയോഗിക്കാൻ പാടുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ ഇത് വൃക്ഷങ്ങൾക്ക് ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയിലുള്ള വൃക്ഷങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് ഉപയോഗിക്കാം. പക്ഷെ അല്ലാതെ വിരുദ്ധമായിട്ട് ഒരിക്കലും ഉപയോഗിക്കാനും പാടില്ല. ചില വൃക്ഷങ്ങൾ എല്ലാതുമായിട്ട് കമ്പൈൻ ചെയ്ത് പോവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ സീസണൽ ചേഞ്ചും ഈ പറഞ്ഞൊരു ഫാക്ടറാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്കിപ്പോൾ നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ മഴയും ഇതും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക, ചൂടും. അപ്പോൾ ഇപ്പോൾ എല്ലാ തടി ഡോറുകളും ഇപ്പം മാറ്റിയിട്ട് പലരും ഇപ്പോൾ UPVC അല്ലെങ്കിൽ സ്റ്റീൽ ഡോറ് ഇങ്ങനെയുള്ള ഡോർ കോൺസെപ്റ്റുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവിടെ വാസ്തു അലോഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തുവിൽ അന്ന് ആ സംഭവം ഇല്ലായിരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ വാസ്തുവിൽ ഡോറിൻ്റെ സ്ഥാനമാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഡോറിൻ്റെ മെറ്റീരിയലിനെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഡോറിൻ്റെ സ്ഥാനത്തിനാണ്. കതവ് തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം പടി കണ്ടാൽ പ്രശ്നമാണ്. അതൊരു വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. കാര്യം എന്ന് വെച്ചാൽ അതൊരു ആരോഗ്യപരമായിട്ട് വളരെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ടെന്ന് പറയുന്ന ലെവലിലേക്ക് ഗവേഷണങ്ങൾ വന്ന ഒരു പോയിൻ്റാണിത്. ഒരിക്കലും പടിയുടെ നേരെ ഡോറിന് നേരെ പടി വരാൻ പാടില്ല. അത് റിപ്പീറ്റഡ് കണ്ടീഷൻസ് ഒരുപാട് എനിക്ക് ഒബ്സർവേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാനത് തീർത്തും പറയുന്നത്. ഒരിക്കലും നമ്മൾ നേരിട്ട് നമ്മൾ വാതിൽ തുറന്നാൽ ഉടനെ പടി കാണുന്ന അവസ്ഥ. പക്ഷേ അപ്പോൾ ചിലർ തെറ്റിദ്ധരിക്കും, വാതിൽ തുറന്ന പടി കണ്ടുകൂടല്ലോ, അപ്പോൾ ഇങ്ങോട്ടിരുന്ന പടി കാണാമോ, അങ്ങോട്ടിരുന്ന പടി ആ കാഴ്ചയല്ല. ഈ ഡോറിൻ്റെ സെൻറ്ററും പടിയുടെ സെൻറ്ററും തമ്മിൽ ഒന്നാവരുതെന്നുള്ളതാണ് മെയിൻ കോൺസെപ്റ്റ്. പക്ഷേ സ്റ്റിൽ ആ ഡോറിൻ്റെ വിസിനിറ്റിയിൽ ഡോർ തുറന്നാൽ ഉടനെ ഒരു കാരണവശാലും പടി കാണാത്ത രീതിയിൽ നമുക്ക് പടി പൊസിഷൻ ചെയ്യാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അത്രയേറെ സാറിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് അങ്ങനെ ഏതെങ്കിലും ക്ലയന്റ് പറഞ്ഞു? ഒന്നുമില്ല, ഒന്നിൽ കൂടുതലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുനിന്ന് വിളിച്ച ഒരു ക്ലയൻറ്റ് പോലും പറഞ്ഞൊരു കാര്യമാണത്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഈ പറഞ്ഞ ഹാർട്ട് റിലേറ്റഡ് പ്രശ്നങ്ങളാണ് അവരെ വീർപ്പൊട്ടിക്കുന്നൊരു സംഭവം. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഡോറിനെ കാണിക്കുന്ന രീതിയിൽ ഒന്ന് മൊബൈൽ വെച്ചിട്ട് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ വെളിയിൽ നിന്ന് ഡോറിലേക്ക് കൂടെ കാണിച്ചപ്പോൾ നേരെ കാണുന്നത് പടിയാണ്.
ഇങ്ങനെ ഒരുപാട് റിപ്പീറ്റഡ്. അതുപോലെ വേറെ ഒരു സിറ്റുവേഷനും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോറിന് നേരെ പടി വന്ന് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതേപോലത്തെ ഒരു കേസാണ്. അപ്പോൾ മൾട്ടിപ്പിളായിട്ട് ഇത് മാത്രമല്ല, ഇത് ഒരുപാട് ആചാര്യന്മാർ പറഞ്ഞിട്ട് ഇപ്പോഴുള്ള പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇതൊരു റിയാലിറ്റി ആയതുകൊണ്ടാണ്. വാസ്തുവിൽ ശരിക്കും നമ്മൾ മധ്യമവേദം എന്നുള്ള പ്രിൻസിപ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് വാതിലിൻ്റെ സെൻറ്ററും അടുത്ത വാതിലിൻ്റെ സെൻറ്ററും ഒന്നാവാൻ പാടില്ലെന്നല്ല. ഇപ്പോൾ വാതിൽ തുറന്നാൽ അടുത്ത വാതിൽ കാണാമെന്നുള്ള ചോദ്യം എന്താണ്? ഈ വാതിലിൻ്റെ സെൻറ്ററും ആ വാതിലിൻ്റെ സെൻറ്ററും ഒന്നല്ലെങ്കിൽ കുഴപ്പമില്ല. അതെന്ത് സെൻറ്റർ ആയാലുള്ള മധ്യമവേദം എന്ന് പറയും. സെൻറ്റേഴ്സ് തമ്മിൽ, അതാണ് വാസ്തുവിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് മധ്യമവേദം എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൻറ്റർ തമ്മിൽ ഒന്നാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അത് തമ്മിൽ ഒന്നായാലുള്ള ബുദ്ധിമുട്ട് എന്തായിരിക്കും? സെൻറ്റർ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി അത് പറയുന്ന ഒരു എനർജി ക്രൈസിസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ആ എനർജി ക്രൈസിസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എല്ലാത്തിനും ഒരു തടസ്സം വരിക എന്ന് നമ്മൾ പറയില്ലേ. എത്ര പോസിറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാക്കിയാലും അവിടെ ഒരു തടസ്സം ഉണ്ടാക്കുന്ന ഒരു എലിമെൻ്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം പോകും. അപ്പം അത്തരത്തിലാണ് ഈ വേദങ്ങൾക്കുള്ള ഒരു അതിനൊരു ഇന്ന പ്രാക്ടിക്കലി ഇന്ന കാര്യം തന്നെ സംഭവിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു സംഭവമായി അത് മാറും. വേദം എന്ന് പറയുന്നത് തടസ്സം എന്നാണ്. സാർ ഇതൊക്കെ വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് പറയുന്നത്. ഞാനപ്പോൾ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ സാർ, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നും എങ്ങനെയാണ് ഈ ഒരു വാസ്തുവിലേക്ക് തിരിഞ്ഞത്? അതാണ് ആ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 25 വർഷമായിട്ട് എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് സ്ട്രക്ചറൽ M.Tech ഒക്കെ ചെയ്തതാണ്. അപ്പം അത്രത്തോളം എൻ്റെ അടുത്ത് പറയും, നിങ്ങൾ ഇത്രയും സയൻറ്റിഫിക് ആയിട്ട് പഠിച്ച ഒരാൾ ഇങ്ങനെ ഒരു ട്രഡീഷണൽ സയൻസിൻ്റെ പിറകെ പോകുന്നു, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഇത് പറയുന്നു എന്ന് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ശരിക്കും പറഞ്ഞതൊരു പാഷൻ്റെ പുറത്താണ് ഇതിൻ്റെ ഒരു സ്റ്റഡി ആദ്യം തുടങ്ങിയതെങ്കിൽ. കാരണം അച്ഛൻ്റെ ഒരു ഇതിനകത്ത് വന്ന ബേസിക് നോളജുകൾ, പിന്നെ 25 വർഷമായി ഇത് റിസർച്ച് ചെയ്തപ്പോൾ ഇത് ഈ കാലത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഈ കാലത്ത് ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ സ്ട്രെസ്സ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം മൊബൈൽ പോലുള്ള ഗാഡ്ജറ്റ്സ് തന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൊബൈലൊക്കെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രെസ് ഫാക്ടർ ഹൈ ആണ്. അപ്പം നമ്മുടെ സ്പേസുകൾ സ്ട്രെസ്ലെസ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് എനിക്കൊരു തോട്ട് വന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ പിന്നെ ഇത് വരുന്നത് ഞാൻ അന്ന് തുടക്കം മുതലേ എല്ലാ പ്ലാനുകളിലും വാസ്തു ഇംപ്ലിമെൻറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ കൂടുതൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി, സോഷ്യൽ മീഡിയ വന്നപ്പോൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയതിൻ്റെ കാരണം ഇതിൻ്റെ പ്രയോജനം അത്രത്തോളം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉറപ്പുള്ളത് കൊണ്ടാണ്. പിന്നെ ഇത് ഞാനിപ്പോൾ ഈ 25 വർഷമായെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ 20 ഫസ്റ്റ് ഇയറിൽ വരച്ച ബിൽഡിങ്ങിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എനിക്കറിയാം. എങ്ങനെയാണ് അവരുടെ ലൈഫ് മാറി വന്നത്. ഇത്ര 200, 250, 300ഓളം വീടുകൾ ചെയ്ത എനിക്ക് ഇവരുടെയൊക്കെ ലൈഫ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ വാസ്തു നോക്കി വയ്ക്കുന്ന ആളുകളുടെ ബെനിഫിറ്റ്സ് എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് ആ ബെനിഫിറ്റ്സ് പുതിയ ആൾക്കാർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഡിജീനിയസ്, നമ്മുടെ ഭാരതത്തിൻ്റെ എല്ലാ പാരമ്പര്യ ശാസ്ത്രവും മോശം എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് നമുക്കൊന്നും പറയാനില്ല, അവരത് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിലർ ഇതൊരു വേറൊരു രീതിയിൽ ഒരു എക്സ്പ്ലോയിറ്റേഷൻ മോഡലാളുകൾ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇതിനെ ഒരു പക്ക പ്രൊഫഷണൽ സെറ്റപ്പിലാണ് കാണുന്നത്. ഞാൻ ഒരു പ്രൊഫഷണൽ രീതിയിൽ മാത്രമേ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഹോം ഒരു സ്പേസിനെ എത്രമാത്രം എൻഹാൻസ് ചെയ്യാം, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒറ്റ ചോദ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് സാറിൻ്റെ വീട്ടിൽ സാറ് കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയ വാസ്തു? എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വാസ്തു എന്ന് പറയുന്നത്, ഞാൻ ഓറിയൻറ്റേഷനിൽ കൃത്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓഫീസായാലും വീടായാലും ഞാൻ കൃത്യമായിട്ട് തന്നെ ഓറിയൻറ്റേഷൻ നോക്കി തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും എനർജി മോണിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റേതായിട്ടുള്ളൊരു കോൺസെപ്റ്റിൽ മോണിറ്റർ ഉണ്ട്. ഇപ്പോൾ പെൻഡുലൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഞാൻ അതിനകത്ത് എവിടെയെങ്കിലും ഒരു ഡിപ്പ് വന്നു കഴിഞ്ഞാൽ പുതിയ ഓബ്ജക്ട്സുകൾ കടന്നു വരുമ്പോൾ അത് കൃത്യതയോടുകൂടി ഞാൻ അതിനെ ഇത് ചെയ്ത് നോക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും സ്പേസ്. പിന്നെ മെയിനായിട്ട് നമ്മൾ പോസിറ്റീവ്, നമുക്ക് തന്നെ അറിയാം നമ്മളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കും, നമ്മൾ ഒബ്സർവ് ചെയ്യുക. നമ്മളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു എൻവയോൺമെൻറ്റൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മുടെ സ്പേസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് അവിടെ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പുതിയതായി വന്ന് അപ്പം നമ്മൾ തന്നെ സ്വയം നമ്മളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു സംഭവം. പിന്നെ ഞാൻ എപ്പോഴും വാട്ടർ ഫ്ലോ പോലുള്ള കാര്യം, ജലപ്രദക്ഷിണം എന്ന് പറയും. വീടിന് മുകളിൽ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ അത് പോവേണ്ടത് എപ്പോഴും കിഴക്കോട്ടും വടക്കോട്ടുമാണ്. അത് തെറ്റി റിവേഴ്സ് ഡയറക്ഷനിൽ പോകാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള ഫ്ലോ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. അതാണ് അതിനകത്തുള്ള കാര്യം. സാർ, അപ്പോൾ ഇത്രയും സയൻറ്റിഫിക് ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് പലർക്കും അത് കൂടുതൽ അറിയാൻ താല്പര്യം കാണും. അപ്പോൾ സാറ് എങ്ങനെയാണ് സാറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക? എന്തൊക്കെയാണ് സാർ പൊതുവെ കൊടുക്കുന്ന സർവീസസ്? എന്നെ സംബന്ധിച്ചുള്ള ഞാൻ കൊടുക്കുന്ന ബേസിക് സർവീസസ് എന്ന് പറയുന്നത് വാസ്തു 2 രീതിയിലാണ്. പ്ലാനിൻ്റെ കറക്ഷൻസ് പോലുള്ള കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈറ്റിൽ പോയിട്ട് വാസ്തു കറക്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്.
അത് ഓരോരുത്തരുടെ ബഡ്ജറ്റിന് അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്ലാൻസുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർവീസ്, പിന്നെ ഡിസൈൻ മുതൽ ഇംപ്ലിമെൻറ്റേഷൻ, കൂടുതൽ നമ്മൾ കൺസ്ട്രക്ഷനിലെ ആൾക്കാരായതുകൊണ്ട് ടോട്ടാലിറ്റി, ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് മാത്രമല്ല അത് ചെയ്യുന്നതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അപ്പോൾ അളവൊക്കെ കൃത്യമായി നോക്കി ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആ കൺസ്ട്രക്ഷൻ സർവീസ് ഉൾപ്പെടെ ടേൺ കീ ആയിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ നിസ്സാരം എന്ന് പറഞ്ഞ് കളയുന്ന പല കാര്യങ്ങൾക്കും ഒരു സയൻറ്റിഫിക് റീസൺ ഉണ്ട്. ആ സയൻറ്റിഫിക് റീസൺ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ വാസ്തു എന്ന് പറയുന്നത് ഒരു പക്ഷേ കറക്റ്റായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ പ്രാക്ടിക്കാലിറ്റിയും സയൻറ്റിഫിക് റീസൺസും മനസ്സിലാക്കാൻ സാറിൻ്റെ ഈ ഒരു ഡിസ്കഷൻ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഇത്തരത്തിൽ മറ്റ് വിശേഷങ്ങൾ കൂടുതൽ നമുക്ക് കാണാം, കേൾക്കാം.